താല്പര്യമില്ലാത്ത പോലെ. ഓ, കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞ ഞാനെന്താ പേടിച്ചു പോവോ? ദേ, എന്റെ മുന്നിൽ വേഷം കെട്ടി ഒരുത്തനുണ്ടല്ലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മഹാൻ സൂര്യ. അവൻ വിചാരിച്ച പോലെ എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. പിന്നെയാ നീ. കോഫി എടുക്കുന്നെങ്കിൽ എടുക്കും. ഓ, നീ എന്നോട് കൽപ്പിക്കാണോ? ദേ, നീ എന്നെ വിളിക്കേണ്ടത് മാഡം എന്നാണ്. അതിൽ കുറഞ്ഞതൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ നിനക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കോഫി കൊണ്ടുപോയി തിരിച്ചു വെച്ചോ. മാഡം, ദാ കോഫി. ദാറ്റ്സ് ഗുഡ്. ഇനി എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ റൂമിൽ ചെന്നാൽ എന്റെ മുഷിഞ്ഞ കുറെ ഡ്രസ്സുകളുണ്ട്, കൊണ്ടുപോയി അലക്കിയിട്. എനിക്ക് പറ്റില്ല മാഡം. പറ്റില്ലേ? ഞാൻ തൊട്ടാ പോലും മാഡത്തിന്റെ ഡ്രസ് അശുദ്ധാവുന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. നിന്നോട് പോയിന്റ് ഡ്രസ്സ് കഴുകാനാ ഞാൻ പറഞ്ഞേ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല മാഡം. എന്താ മാഡം കാണിച്ച? എന്താ മോളെ? എന്താ മോളെ? എന്താ മേഡം ഈ കാണിക്കുന്നേ? എന്തിനാ ഈ പാവം കൊച്ചിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഏയ്, വീട്ടുവേലക്കാരന്റെ സൗണ്ട് ഇത്ര ഉയരേണ്ട കാര്യമൊന്നുമില്ല. താൻ ഇവിടെ പലരുടെയും സേവ പിടിച്ച് നടക്കുമെന്നൊക്കെ എനിക്കറിയാം. ദേ, പക്ഷെ അതൊന്നും ഈ ഹരിതയുടെ മുന്നിൽ വേണ്ട. പോടോ മുന്നിന്ന്. എടോ, പോവാൻ. മോളെ, എവളുമാരുടെയൊക്കെ തലയിൽ ഇടുത്തി വീഴും. കണ്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ടല്ലേ ബാക്കിയുള്ളവര്. മോള് പെട്ടെന്ന് പോയി ദേഹം കഴുക. ഹരിത, തന്നെ സമ്മതിക്കണം കേട്ടോ. യു ആർ റിയലി എ ഫൈറ്റർ. താങ്ക് യു. കുറച്ചു കാലം മുമ്പേ ഹരിത ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഇവളിപ്പോഴേ ഈ വീട്ടിനകത്ത് ഉണ്ടാവില്ലായിരുന്നു. യെസ്, വൈകിയാണെങ്കിലും ഹരിത വന്നല്ലോ. എങ്ങനെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കി തന്നാ മതി. മമ്മിക്കും അതാ താല്പര്യം. നോക്കാം ചേച്ചി, ഈ ഹരിത ആരാണെന്ന് അവളും അവനും ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. മോളെ, ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. മോള് സൂര്യ സാറിനെ വിളിച്ചോടത്തി കാര്യം പറ. ഇപ്പൊ തന്നെ അവളോട് ചോദിക്കണം. വേണ്ട രാജേട്ടാ. മോളെ, പറയാതിരുത്ത് ഇതിലും വലുത് കാണിച്ചാൽ മോള് വിളിക്കേ. സാറ് വന്ന് മുമ്പിൽ നിന്ന് ഇവരെല്ലാം പേടിക്കും. രാജേട്ടാ, ഞാനിപ്പോ ഇതെന്ന് പറഞ്ഞ സാറ് പ്രശ്നം ഉണ്ടാക്കും. അത് പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. വേണ്ട, ക്ഷമിക്കാൻ പറ്റുന്നത് നമുക്ക് ക്ഷമിക്കാം. ഇതിപ്പോ ഡ്രസ്സിന് വീണോണ്ടല്ലേ. മോളുടെ മുഖത്താണ് ഇത് വീണിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നമ്മളവരുടെ ചവിട്ടും കുത്തും കൊള്ളാനുള്ളവരല്ലേ. അവൾ അങ്ങനെയല്ലേ നമ്മളെ കാണുന്നത്. വീട്ടുവേലക്കാർക്ക് വീട്ടിൽ വളർത്തുന്ന പട്ടിയുടെ സ്ഥാനം പോലും ഇല്ലല്ലോ. ഞാൻ സൂര്യ സാറ് കാണാതെ ഇതൊന്ന് മാറ്റട്ടെ.
രാജേട്ടൻ അപ്പോഴേക്കും ചായ ആയിട്ട് വന്നാൽ മതി. മോളെ സാരമില്ല രാജേട്ടാ.